പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടറെ പണ്ട് ഈ PCODനെ കുറിച്ചിട്ടൊന്നും കേട്ടിട്ട് പോലുമില്ല, പക്ഷേ ഇപ്പോഴാണെങ്കിൽ മിക്കവാറും കുട്ടികൾക്ക് ഈ ഒരു PCOD എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പീരീഡ്സ് മിസ്സായി അല്ലെങ്കിൽ ഒബീസിറ്റി വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്ന് പലപ്പോഴും കണ്ടെത്തുന്നത് തന്നെ. പിന്നെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ PCODനെ കുറിച്ചിട്ടൊന്നും അറിയാത്തതായിട്ട് ആരുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് നടക്കും. പക്ഷേ ഇപ്പോൾ നടന്നല്ല നമ്മൾ പോകുന്നത്. എവിടെ പോകണമെങ്കിൽ നമുക്ക് 2 വീലർ ഉണ്ട്, കാറുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറഞ്ഞു. അത് കാരണം നമുക്ക് ഒബീസിറ്റി ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ PCOD പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വഴിതിരിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ വന്ന ചേഞ്ചുകളാണ് ഫാസ്റ്റ് ഫുഡ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് വേൾഡാണ്. അപ്പോൾ അതിൽ ഒരുപാട് സ്ട്രെസ്സ് നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിലിരുന്നിട്ട് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം വർക്ക് പ്രഷർ ഉണ്ട്, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹോമിയോപ്പതിയിൽ നമ്മൾ ഈ ഒരു പ്രശ്നം ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും സിംറ്റംസ്, അതായത് എല്ലാ തരത്തിലുള്ള സിംറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻക്ലൂഡിങ് അവരുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾക്കുള്ള മെഡിസിൻ അല്ല നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് PCODക്ക് കൊടുക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെയും അതിനോടൊപ്പം ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെയും നമുക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്.